നിശ്ചയമായും സർക്കാർ കൂടെയുണ്ട് എന്ന് മാത്രമല്ല, അത് ഇപ്പോൾ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. സർക്കാർ എല്ലാ സമയത്തും എം.ആർ. അജിത് കുമാറിനോടൊപ്പം തന്നെയായിരുന്നു. അത് നിരവധിയായ സംഭവങ്ങളോട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഈ മന്ത്രിസഭാംഗങ്ങളെല്ലാം ഈ നവകേരള സദസ്സിന് ശേഷം കേരളത്തിലെ വിവിധ താലൂക്കുകളിലേക്ക് പോയി അദാലത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് കരുതലും കൈത്താങ്ങും എന്നാണ്. യഥാർത്ഥത്തിൽ ആ പേര് ശരിക്കും പറഞ്ഞാൽ അന്വർത്ഥമാകുന്നത് അജിത് കുമാറിൻ്റെ കേസിലാണ്. തുടക്കം മുതൽ തന്നെ എന്തൊക്കെ കരുതലും കൈത്താങ്ങുമാണ് അജിത്തിന് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായിട്ട് അജിത് കുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ തീരുമാനിച്ചത്. ആ സമയത്ത് അദ്ദേഹം പാലക്കാട് യൂണിറ്റിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരെ വിട്ട് സരിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കുന്നു. ഇതുകൂടാതെ സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തകനെ ഇടനിലക്കാരനായിട്ട് വിടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയ ഒരാളാണ് അദ്ദേഹം. അന്ന് അത് വിവാദമായ സമയത്ത് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. എന്നാൽ 4 മാസം കഴിഞ്ഞ് കൂടുതൽ കരുത്തനായി തിരിച്ചു വരുന്ന അജിത് കുമാറിനെയാണ് നമ്മൾ കണ്ടത്. എന്താണ് അദ്ദേഹത്തിന് കൊടുത്ത ചുമതല? ക്രമസമാധാനത്തിൻ്റെ ചുമതലയാണ്. സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയാണ് ഈ ക്രമസമാധാന ചുമതല അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുക. അങ്ങനെ ക്രമസമാധാന ചുമതലയുള്ള DGP ആണ് ഏറ്റവും പവർഫുള്ളായ DGP. ഇവിടെ ADGP ആയിരുന്ന അജിത് കുമാറിന് ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കരുത്തനായി തിരിച്ചു കൊണ്ടുവന്നു പിണറായി സർക്കാർ തന്നെയാണ്. എങ്ങനെയാണ് അദ്ദേഹം പോലീസ് ഫോഴ്സിൽ അറിയപ്പെട്ടത്? സൂപ്പർ DGP എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ ഘട്ടം മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു കരുതൽ അജിത്തിനോട് ഈ സർക്കാർ കാണിച്ചിട്ടുണ്ട്. അതെന്തുമാകട്ടെ, അത് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അവരുടെ താല്പര്യങ്ങളുമാണ്. എന്നാൽ അജിത് കുമാറിനെതിരെ വളരെ ശക്തമായ 3 ആരോപണങ്ങൾ ഉയർന്നിരുന്നല്ലോ പല ഘട്ടങ്ങളിൽ. മീറ്റ് ദി എഡിറ്റേഴ്സിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഗൗരവത്തോടുകൂടി പ്രതികരിച്ച കേസുകളായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ ഭാഗമായിരുന്നപ്പോഴാണ് PV അൻവർ MLA എന്ന് പറയുന്ന CPM-ൻ്റെ സ്വതന്ത്ര MLA വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ M.R. അജിത് കുമാറിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അത് സ്വർണം പൊട്ടിക്കൽ അടക്കം പിന്നെ എന്താ പറയുക ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് കൊലപാതക കുറ്റമടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് അൻവർ അന്ന് വാർത്താസമ്മേളനം നടത്തി അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല ദാവീദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ എന്ന് വരെ പറഞ്ഞു വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം DGP അടക്കം വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? RSSൻ്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായും രാം മാധവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമായി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതും അന്വേഷണ വിധേയമായിരിക്കുകയാണ്. അതുകൂടാതെയാണല്ലോ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, വീട് നിർമ്മിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. അതിൻ്റെ മേളിൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിലൊന്നും ഒരു FIR പോലും ഇട്ടിട്ടില്ല, ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു മെമ്മോ പോലും നൽകിയിട്ടില്ല. പ്രാഥമികമായ അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ ശക്തമായൊരു ആവശ്യം ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായല്ലോ. എന്താണത്? ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പിണറായി വിജയൻ LDF യോഗത്തിൽ പറഞ്ഞത് അതിനകത്ത് ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളുണ്ട്, അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാമെന്നാണ്. ആ LDF യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്നിട്ടുള്ള ഘടകകക്ഷികൾ പരസ്യമായിട്ടാണല്ലോ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ അജണ്ടയിൽ പോലും അജിത് കുമാറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ ചർച്ച വന്നത് എന്നുള്ളത്. അതിനുശേഷം എത്ര ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AK സെൻ്ററിൻ്റെ പടി കയറി ഇറങ്ങി ഈ കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രകാശ് ബാബു എത്ര ലേഖനങ്ങൾ എഴുതി. അതിനൊക്കെ അവസാനമാണല്ലോ ഒടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അപ്പോഴും നല്ല കരുതൽ തന്നെയാണ് ഈ സർക്കാർ അജിത് കുമാറിനോട് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ദത്താത്രേയ ഹൊസബളയുമായിട്ടുള്ള കൂടിക്കാഴ്ച 1 വർഷം മുമ്പ് നടന്നു. അതേക്കുറിച്ച് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിനുണ്ടാകുന്നു. സർക്കാർ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. അത്ര മോശപ്പെട്ട ഇൻ്റലിജൻസ് ആണ് നമ്മുടെ സംസ്ഥാനത്തുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. എന്നാൽ അതിൻ്റെ മുകളിൽ കണ്ണടക്കുകയാണുണ്ടായത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം പുറത്തു പറയുന്ന സമയത്ത് മാത്രമാണ് അക്കാര്യത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു സീറ്റ് BJPക്ക് പോകുന്നൊരു സാഹചര്യം തൃശ്ശൂരുണ്ടായി. അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അവിടെ സുരേഷ് ഗോപി വിജയിച്ചു വന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം ഘടകങ്ങളൊക്കെ അവിടെ അനുകൂലമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അത്തരം സാഹചര്യം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് DGP എന്താ പറഞ്ഞത്? അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് അജിത് കുമാർ എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഈ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്
ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ DGP ആയിട്ട് ഉയർത്തിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്യുന്ന ആളുകളെ മന്ത്രിസഭ അംഗീകരിച്ച് മുകളിലേക്ക് വിട്ടാൽ പിന്നെ മുകളിൽ നിന്ന് കേന്ദ്ര സർവീസിൽ നിന്നാണ് ഒരു തീരുമാനം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി വരാനിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതൊക്കെ ഈ പറയുന്ന സർവീസിലിരിക്കുന്ന ആളുകൾക്ക് നല്ല അറിവാണ് ഇത്തരം കാര്യങ്ങളിനകത്തൊക്കെ. ഒരു മെമ്മോ കൊടുത്താൽ പോലും സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് ഈ പ്രശ്നം വരാൻ കഴിയില്ല. അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് വരും. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കായിട്ട് വരും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കായിട്ട് വരും. അതൊന്നും സംഭവിക്കാതെ വളരെ കരുതലോടുകൂടി ഈ പറയുന്ന നടക്കാനിരിക്കുന്ന, ഇതിപ്പം ഒക്ടോബറിലാണ് ഈ അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. ഇപ്പം നവംബർ ഡിസംബറിൽ എത്തുമ്പോഴത്തേക്കും സ്ക്രീനിംഗ് കമ്മിറ്റി കൂടുന്നു. ആ സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്നതിന് ശേഷമാണ്, ഇനി ഒരു 6 മാസത്തിനുള്ളിൽ വന്നാൽ മതി കേട്ടോ. വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്, വിജിലൻസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് മൊഴി എടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇനിയിപ്പം വിജിലൻസിൻ്റെ അന്വേഷണമൊക്കെ ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാകും. അതിനിടയിൽ എന്തായാലും ഈ പറയുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഈ കാര്യം പിന്നെ അവരതിനകത്തൊരു ഒരു ക്ലിയർ സിഗ്നൽ കൊടുത്തിരിക്കുന്നു. അത് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹത്തിന് DGP ആകാം. നാളെ അദ്ദേഹം DGP ആകുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ കാര്യത്തിലൊരു സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് സർക്കാർ ജനങ്ങൾ കൂടി കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ആ സർക്കാരിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സംബന്ധിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാൻ പാടില്ല പൊതുസമൂഹത്തിൽ. അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ വിശ്വാസ്യത പോകും. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു കരുതൽ സർക്കാരിനുണ്ടാകണം. സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു എന്നും കുന്നും അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയോ ഒന്നുമല്ല. ഒരു സർക്കാരും അങ്ങനെ എന്നും കുന്നും അധികാരത്തിൽ ഇരിക്കാറുമില്ല. അവർ അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്, ഈ പറയുന്ന അൻവറിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും അൻവറിൻ്റെ ആരോപണങ്ങളുടെ കാര്യത്തിനകത്തുള്ള അന്വേഷണമാണെങ്കിലും അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അക്കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഞാൻ ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ ഈ പറയുന്ന ഹൊസബോളയുമായിട്ടും രാം മാധവുമായിട്ടും അജിത് കുമാർ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരാളാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ആണ് അദ്ദേഹം. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. ആ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരാൾ വ്യക്തിപരമായി RSSൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായി ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്താൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനുമല്ല സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ളയാൾ. എന്ന് മാത്രവുമല്ല, ആ ചുമതല വഹിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളെ കൊണ്ടുപോയിട്ട് ദത്താത്രേയ ഹൊസബോളയെ കാണിച്ച ജയകുമാർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് RSS ഇങ്ങനെ സിവിൽ സർവീസിലുള്ള ആളുകളെയും ഭരണരംഗത്തുള്ള പ്രമുഖരെയും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്താറുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ വളരെ പരസ്യമായിട്ട് ജയകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകേണ്ട ഒരാളാണോ അജിത് കുമാർ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് CPIയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ബാബു വളരെ രാഷ്ട്രീയമായി ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്താൻ പാടില്ല എന്നുള്ളത്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നിലപാട്. അത് രാഷ്ട്രീയമായിട്ട് അക്കാര്യത്തിൽ ഒരു തെറ്റുണ്ട്. അതിനെ CPM പോലും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വിശദീകരിച്ചത് അതൊരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നുള്ള രീതിയിലാണ്. ആ അർത്ഥത്തിൽ വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്താൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനോ അല്ല അജിത് കുമാർ. ആ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ എന്ത് ന്യായം പറഞ്ഞാലും CPM എന്ത് ന്യായം പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല. അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മൂവാണ്. അതിന് ഒരു കാരണവശാലും അനുകൂലിച്ചുകൂടാ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്ന കാര്യം നമ്മൾ ഓർക്കാതെ പോകരുത്. മറ്റ് സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് മെമ്മോ ഇല്ല, അല്ലെങ്കിൽ കുറ്റപത്രമില്ല, FIR ഇല്ല, നിങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ക്ലിയർ ചെയ്തോളൂ. പക്ഷേ ഈ പ്രശ്നത്തിനകത്ത് ഇതൊരു വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും അജിത് കുമാറിൻ്റെ റോൾ വളരെ ഡ്യൂബിയസ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളോട് ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള കരുതൽ കാണിക്കണോ, കൈത്താങ്ങായി നിൽക്കണോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നാൽ അതിന് മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, ഭരിക്കുന്ന CPMനും ബാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെയാണ് വളരെ സുതാര്യവും ഇൻറ്റഗ്രിറ്റിയോടുകൂടിയുമുള്ളൊരു സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. അപ്പോഴൊക്കെയാണ്. അപ്പോൾ അതിനൊരു മാതൃകയാകേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള മാതൃക ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും അത് പതുപോലെ തന്നെ ഈ പറയുന്ന അജിത്തിൻ്റെ കാര്യത്തിനകത്ത് തുടക്കം മുതൽ തന്നെ പുലർത്തിപ്പോരുന്നൊരു കരുതലും ഒക്കെ ഇപ്രാവശ്യവും കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ നിലപാട്, സർക്കാർ എടുത്തിട്ടുള്ള അത്തരമൊരു നിലപാടിനോട് എനിക്ക് വിയോജിപ്പുമുണ്ട്. Meet the editors.